ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രീൻ കേരള എക്സ്പ്രസ് മറ്റൊരു നാഴികക്കല്ല് കൂടി പൂർത്തിയാക്കുകയാണ്. സുസ്ഥിര വികസന ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തുകളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞങ്ങളും ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഓരോ മുനിസിപ്പാലിറ്റികളും. ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീ ആർ ഹേലി, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ ജി വിജയരാഘവൻ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സുഗതകുമാരി ടീച്ചർ. മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുജോലിക്കാരായാണ് കാക്കകൾ അറിയപ്പെടുന്നത്. കാക്കകൾക്ക് വംശനാശം സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ നഗരങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാലിന്യ സംസ്കരണത്തിനായി ഇന്ന് നാം നീക്കിവെക്കുന്നതിന്റെ പല മടങ്ങ് പണം ചിലവഴിക്കേണ്ടതായി വരും. നമുക്ക് സ്വാഗതം ചെയ്യാം മാലിന്യ സംസ്കരണ പദ്ധതിയുമായി എത്തിയ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയെ ഈ വേദിയിലേക്ക്. ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പമുള്ളത് ചെയർമാൻ അഡ്വക്കേറ്റ് സി ജെ രാജേഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജി തുളസീധരൻ പിള്ള, സെക്രട്ടറി ശ്രീ കെ ഹരികുമാർ, കൌൺസിലർ ശ്രീമതി റുഖൈനത്ത് ഷാഹുൽ, കൂടാതെ CDS ചെയർപേഴ്സൺ ശ്രീമതി ഗിരിജ. ആറ്റിങ്ങൽ നഗരസഭയെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? തിരുവനന്തപുരം, കൊല്ല ജില്ലകൾക്കിടയിൽ വാമനപുരം നദിയിൽ സമൃദ്ധമായിട്ടുള്ള പട്ടണമാണ് ആറ്റിങ്ങൽ പട്ടണം. തിരുവിതാംകൂറിൻ്റെ കേന്ദ്രസ്ഥാനം കൂടിയാണ് ആറ്റിങ്ങൽ പട്ടണം. അമ്മ മഹാറാണിമാർ ഭരണസാരഥ്യം വഹിച്ചിട്ടുള്ള പട്ടണമാണ് ആറ്റിങ്ങൽ പട്ടണം. വീര മാർത്താണ്ഡവർമ്മയ്ക്ക് ജന്മം നൽകിയിട്ടുള്ള പട്ടണം കൂടിയാണ് ആറ്റിങ്ങൽ പട്ടണം. അതോടൊപ്പം തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ലോകത്താദ്യമായി തന്നെ ആയുധമെടുത്ത് പോരാടിയിട്ടുള്ള 1721 ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നഗരമാണ് ആറ്റിങ്ങൽ. തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും വലിയ താലൂക്കായ ചിറയൻകീഴ് താലൂക്കിൻ്റെ ആസ്ഥാനം കൂടിയാണ് ആറ്റിങ്ങൽ പട്ടണം. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആറ്റിങ്ങൽ നടപ്പിലാക്കുന്നത്? ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള നിരവധി പദ്ധതികൾക്കാണ് ആറ്റിങ്ങൽ നഗരസഭ തുടക്കം കുറിച്ചിട്ടുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി ഭവനമില്ലാതെ ഉള്ളവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി, അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്ത ജനറൽ വിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലുമുള്ളവർക്ക് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതി, വീട് മെയിൻ്റനൻസ്, കുടിവെള്ളം, വൈദ്യുതി എന്നിവ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IHSDP, EMS ഭവന പദ്ധതി, വാമ്പേ പദ്ധതി എന്നിവ വളരെ നല്ല രീതിയിൽ വിജയപ്രദമായി നടപ്പിലാക്കി വരികയാണ്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ആറ്റിങ്ങൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മുനിസിപ്പൽ ലൈബ്രറി കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനും ആറ്റിങ്ങൽ കലാപത്തിൻ്റെ സ്മാരകമായി കോൺഫറൻസ് ഹാള് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വലിയകുന്ന് ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം, അതോടൊപ്പം തന്നെ മാതൃശിശു സംരക്ഷണ കേന്ദ്രം, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാ ആശുപത്രികളിലും പ്രത്യേകമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ കൃത്യമായി കൂടുന്ന കാര്യത്തിലടക്കം ഉള്ള ശ്രദ്ധയുണ്ട്. ആറ്റിങ്ങൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? വികസന കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് ആറ്റിങ്ങൽ. നഗരസ്വാധീനം കൊണ്ടുതന്നെ ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവും വളരെ ഭീമമാണ്. എന്നാൽ ചപ്പുചവറുകൾ നിറഞ്ഞ റോഡോ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ വീടോ കടകളോ ആർക്കും ഇവിടെ കാണാൻ കഴിയില്ല. ആറ്റിങ്ങൽ നഗരസഭയുടെ കാര്യക്ഷമമായ ഇടപെടലാണ് ഇതിനു കാരണം. നഗര ശുചീകരണത്തിനും വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുമായി 37 സ്ഥിരം ജീവനക്കാരും
10 ദിവസവേതനക്കാരും ഉണ്ട്. ആറ്റിങ്ങൽ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ പല വിഭാഗങ്ങളിലായി 100-ൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചേച്ചിമാർ നഗര ശുചീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഉഷ ചേച്ചിയോടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി, എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ രാവിലെ നഗരസഭയിൽ ശുചീകരണ വിഭാഗത്തിൽപ്പെട്ടപ്പോൾ 37 തൊഴിലാളികളുണ്ട്. 6:30 തൊട്ട് 9:30-10 മണി വരെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൈറ്റ് തന്നിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും മഴയായാലും വെള്ളമായാലും എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ വന്നിരുന്നാലും നമ്മുടെ 9:10-കം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന റൂട്ടുകൾ ക്ലിയർ ആക്കിയിരിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തയ്യാറെടുത്ത് കിടക്കുന്ന ആറ്റിങ്ങൽ നഗരസഭയുടെ വാഹനങ്ങളാണിത്. ഇതുപോലുള്ള ധാരാളം വാഹനങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം കാലത്ത് തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പോയിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനാണ് ചേച്ചിമാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന് കാസർഗോഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് 2005-ൽ നഗരസഭ തുടക്കമിട്ടു. ഒരു നഗരത്തിന്റെ മൊത്തം മാലിന്യവും സംസ്കരിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണെന്ന് പറയത്തേയില്ല. കണ്ടില്ലേ, ജലധാരയും പൂന്തോട്ടം ഒക്കെ ആയിട്ട് ഒരു പാർക്കിന്റെ അന്തരീക്ഷമാണ് ഇവിടെ. 3 തരത്തിലുള്ള പ്ലാന്റുകൾ വഴിയാണ് ഇവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നത്. വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റ്. ഇത് വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് ഘട്ടമായിട്ടാണ് ഇവിടെ ഈ സംസ്കരണം നടക്കുന്നത്. പ്രകൃതി സൗഹൃദമായ ഇനോക്കുലം തെളിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ദുർഗന്ധമോ ഈച്ചശല്യമോ ഒന്നുമില്ല. മലിനജലം പോലും വെറുതെ ഒഴുക്കിക്കളയുവാൻ ഇവർ തയ്യാറല്ല. ഇതിനോട് ചേർന്നുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ ഈ മലിനജലം ശേഖരിക്കുന്നു, കമ്പോസ്റ്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളം കൃഷിഭവൻ വഴിയും പ്ലാന്റിൽ നിന്ന് നേരിട്ടും വിൽക്കാനുള്ള സൗകര്യവുമുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റിൽ വെച്ച് ചാണകവുമായി കൂട്ടിക്കലർത്തി ഇതിൽ മണ്ണിരകളെ നിക്ഷേപിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ വളമാക്കി മാറ്റുന്നു. നഗരസഭയുടെ ഈ മാലിന്യ ശേഖരണവും മാലിന്യ സംസ്കരണ പ്ലാന്റുമായും ബന്ധപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 130ഓളം ആൾക്കാർ തങ്ങളുടെ കുടുംബം പുലർത്തുന്നു. മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന പ്ലാസ്റ്റിക്കുകളും ഇവർക്കൊരു പ്രശ്നമേയല്ല. ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചു കളയാതെ റീസൈക്ലിംഗ് ഫാക്ടറികളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. മാലിന്യങ്ങളിൽ വരെ കരവിരുതിന്റെ കവിത രചിച്ച് ജനങ്ങൾക്ക് വരുമാനമുണ്ടാക്കി കൊടുക്കുന്നു ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി. ആറ്റിങ്ങലിലെ മാലിന്യ സംസ്കരണത്തിന്റെ രേഖകളും ഈ വിഷ്വലും എല്ലാം കണ്ടു. ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. എത്ര വർഷമായിട്ട് ആണ് ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്? 2003-ലാണ് ആദ്യമായി വെർമി കമ്പോസ്റ്റ് ആരംഭിക്കുന്നത്. ശേഷം വിപുലമായ പ്രവർത്തനം തുടങ്ങുന്നത് 2005-2006 ഈ നഗരസഭാ കൗൺസിലിൻ്റെ കാലഘട്ടത്തിലാണ്. 2006 ക്ലീൻ കേരള പദ്ധതിയുടെ തുക കൊണ്ടാണ് ആദ്യം ഇതിൻ്റെ പ്രവർത്തനം വിൻഡ്രോ കമ്പോസ്റ്റ് ആരംഭിക്കുന്നത്. വിൻഡ്രോ കമ്പോസ്റ്റിൻ്റെ പ്രവർത്തനം തുടങ്ങി 2007 അത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കാസർഗോഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റി, ആ സൊസൈറ്റിയാണ് ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടി നഗരസഭ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് സുസ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഇപ്പം നിലവിൽ വന്നു എന്ന് പറയാൻ പറ്റുമോ? സുസ്ഥിരമായി കൊണ്ടുപോകാനുള്ള സംവിധാനം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇനി എന്തൊക്കെ ചെയ്യണം ഒരു സുസ്ഥിരമാക്കാൻ വേണ്ടിയിട്ട്? ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഉള്ളത്. നമ്മളിപ്പോൾ ഏകദേശം പൂർണ്ണ തോതിലേക്ക് ഇത് എത്തിയിട്ടില്ല. പൂർണ്ണ തോതിലേക്ക്, അതായത് മുഴുവൻ മാലിന്യങ്ങളും സംസ്കരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് കൂടെ വന്നു കഴിയുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണ തോതിൽ ഇത് പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ നിലവിലുള്ളത് വെർമി, വിൻഡ്രോ, ബയോഗ്യാസ് പ്ലാന്റ് ആണ്. അപ്പോൾ അതിനുശേഷമുള്ളത് സാനിറ്ററി ലാൻഡ് ഫില്ലിങ്ങോട് വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായ ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തിൽ എന്തുമാത്രം ചെലവാണ് മുനിസിപ്പാലിറ്റിക്ക് ഈ രംഗത്ത് ചെയ്യുന്നത്? നമ്മുടെ തനത് ഫണ്ടിന്റെ ഏകദേശം 56% തുകയും ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വിനിയോഗിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കോടിയിലധികം രൂപ മാലിന്യ സംസ്കരണ
പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം